ഫോട്ടോ ഉണ്ട് ഓക്കെ. യെസ് ബ്രോ, വെൽക്കം ടു. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ഒരു കല്യാണ പരിപാടിയില്ല. നല്ല വിശപ്പോട് കൂടിയാണ് ഇവിടെ കയറിയിട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ കിട്ടുന്ന ആ കടേൻ്റെ ഓണറുടെ അനിയൻ്റെ കല്യാണമാണിത്. കുറേ ഐറ്റംസ് ഒന്നും ഇല്ലെങ്കിലും കുറച്ചധികം ഐറ്റംസ് ഉണ്ടായിന് കേട്ടാ. ഞാനിവിടെ പോയപാട് നേരെ പോയത് ഇവിടുത്തെ കിച്ചണിലേക്ക്. ആടെ പോയി നോക്കിയാൽ ആടുന്ന നെയ്പ്പത്തിൻ്റെയും പൊറോട്ടേൻ്റെയും ചിക്കൻ ഫ്രൈൻ്റെ എല്ലാം മണടിച്ചിട്ടാങ്കിൽ എൻ്റെ അമ്മോ. അപ്പം അന്നേ ഉച്ചക്ക് ഞാൻ വളരെ കുറച്ച് ചോറ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ. അതും കഴിക്കണ്ടെന്ന് വിചാരിച്ചാണ്. പിന്നെ ഉച്ചയായാലും പിടിച്ചേക്കാൻ പറ്റിയില്ല. ഞാൻ അന്ന് കുറേ നടന്നിനേനും വെയിലെല്ലാം കൊണ്ടിട്ട്. അങ്ങനെ ഒരു ചെറിയ ഹോട്ടലിൽ കയറിയിട്ട് ആടുന്ന് ലേശം ചോറ് വാങ്ങിച്ചാൽ അതിൻ്റെ കൂടെ സ്പെഷ്യൽ എന്തെങ്കിലും വേണമെന്ന് ചോദിച്ചിട്ട് മൂപ്പര് ഒരു പ്ലേറ്റുമായിട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു ഓംലേറ്റ് ഉണ്ട്, അയില പൊരിച്ചുണ്ട്. ഞാൻ ഓംലേറ്റ് വാങ്ങിയിട്ടില്ല, ഒരു അയില പൊരിച്ച വാങ്ങി. അച്ചാറെടുത്ത ചങ്ങായി ഒരു 3-4 സ്പൂൺ എൻ്റെ ഇലയിൽ ഒഴിച്ചേരാന്ന് ഇവിടെ പ്രളയം നടന്ന പോലെ ആയത്. ഇലേൻ്റെ പുറത്തേക്ക് എല്ലാം ഇങ്ങനെ ഒലിച്ചിറങ്ങാൻ തുടങ്ങി. എൻ്റെ പാൻറ്റിൽ 2 തുള്ളി ഉറ്റീനി. പിന്നെ മെല്ലെ ഇലയിൽ അങ്ങോട്ടെല്ലാം ആക്കിയിട്ട് അയില പൊരിച്ചെന്നൊരു കഷ്ണമെല്ലാം എടുത്തിട്ട് ആ ചോറിൻ്റെ കൂടെല്ലാം വെച്ചിട്ട് കഴിച്ച്. അച്ചാർ അടിപൊളിയാനും വലിയ കുഴപ്പമുണ്ടായിട്ടില്ല. ചോറും സാമ്പാറും മീൻകറിയൊന്നും വലിയ കുഴപ്പമില്ല. അപ്പോൾ ഈ സ്പോട്ട് വരുന്നത് നമ്മളെ കണ്ണൂർ തോട്ടട അമാന ടൊയോട്ട ഇല്ല, അമാന ടൊയോട്ടേൻ്റെ സൈഡിലുള്ള മറ്റേ ചെറിയ ഓലമേഞ്ഞ ഒരു ഹോട്ടൽ പോലത്തെ ഈ ഹോട്ടലാണ്. ഇവിടെ രാവിലെ നല്ല വടയെല്ലാം കിട്ടും. ഞാൻ മുമ്പ് വന്ന് കഴിച്ചിട്ടുണ്ട്. എന്നിട്ട് കഞ്ഞിവെള്ളം കുടിച്ചിട്ട് ഞാൻ വീട്ടിലേക്ക് പോയിട്ട് വൈകുന്നേരമോ ഞാൻ ആ പറഞ്ഞ കല്യാണത്തിന് പോയി. കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് 3 ജ്യൂസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുള്ള കാഴ്ചയാണ്. വാട്ടർമെലോൺ, പൈനാപ്പിൾ, പിന്നെ പപ്പായ ഉണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിൽ ഒരു ചായ കൗണ്ടറുണ്ട്. അവിടെ പാൽ ചായയും കട്ടൻ ചായയിലും ഉണ്ട്. സ്റ്റേജെല്ലാം നല്ല ഉഷാറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും എൻ്റെ കണ്ണ് നേരെ പോയത്, അല്ലെങ്കിൽ ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് ബുഫേ കൗണ്ടറിൽ എത്ര പാത്രം ഇങ്ങനെ മൂടി വെച്ചിട്ടുണ്ട് എന്നാ. പരിപാടി 5 മണി 5:30 തുടങ്ങുക. ഞാനൊരു 4:30 എത്തിന് ആളെല്ലാം ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നേ ഉള്ളൂ. 6 ഫ്രൈഡ് ചിക്കൻ്റെ, അതായത് റാക്കിൻ്റെ ഓണറായ റയീസ് ഖാൻ്റെ അനിയൻ റഹീമിൻ്റെ വെഡ്ഡിംഗ് ആണ് ഇത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കണ്ണൂരിൻ്റെ പയ്യാമ്പലം കടലിനോട് ചേർന്നിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയിലാണ് ഈ കല്യാണ പരിപാടി നടക്കുന്നത്. എംബസി കേറ്ററേഴ്സ് ആൻഡ് ഇവൻറ്റ്സ് ആണ് ഇവിടുത്തെ ഫുഡിൻ്റെ പരിപാടി ഏറ്റു സെറ്റ് ചെയ്യുന്നത്. ഞമ്മക്കെന്ത് ലൈറ്റിങ്ങും ഡെക്കോറും ഇവിടുത്തെ ആംബിയൻസ് എല്ലാം വന്നിനി അല്ലേ. നമ്മളെ പ്രധാന ലക്ഷ്യമോ ഫുഡല്ലേ. അതുകൊണ്ട് നേരെ ഇവരെ അടുക്കളയിലേക്ക് പോവാം. അൽസിയും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും ബീഫും മീനെല്ലാം ഇങ്ങനെ ബുഫേ കൗണ്ടറിലേക്ക് കയറുന്നുണ്ട്. ബിരിയാണി കയറാൻ തുടങ്ങിയവരാണ് ഞാനൊന്ന് ഓണായേ. നല്ല ലഗോൺ ചിക്കൻ ബിരിയാണീൻ്റെ ദമ്മ് പൊട്ടിച്ചിട്ട് റൈസ് ഒരു പാത്രത്തിലേക്ക്, മസാലയും ചിക്കനും വേറെ പാത്രത്തിലേക്ക് ഇങ്ങനെ കോരിയിടുമ്പോൾ ആ ഒരു മണമുണ്ടല്ലോ. അമ്മോ, അത്രമേൽ കീഴ്പ്പെടുത്തുന്ന ആ ഗന്ധത്തിൻ്റെ ഒരു അനുഭൂതി ഞാൻ എൻ്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ഇതുവരെ അനുഭവിച്ചിട്ടില്ല, ഇനി അനുഭവിക്കുന്നെന്ന് തോന്നുന്നില്ല. അപ്പം ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈ എല്ലാം ബുഫേ കൗണ്ടറിലേക്ക് കയറിയിട്ടുണ്ട്. ഇനി കടലിനോട് ചേർന്ന് കിടക്കുന്ന നമ്മളെ അടിപൊളിയായിട്ടുള്ള വേദി ഉണ്ടല്ലോ, അവിടുന്ന് നിക്കാഹിൻ്റെ പരിപാടിയും ഒരു സൈഡിൽ നിന്ന് നടക്കുന്നുണ്ട്. തങ്ങൾ പരിപാടികളെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ പറയുന്നെല്ലാം ഉണ്ട്. കുടുംബത്തിലെ കാര്യമായിട്ടുള്ള ആളുകളെല്ലാം ആടിയിരിക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ മെല്ലെ ഒന്ന് ബുഫേ കൗണ്ടറിൻ്റെ ആ സൈഡിലേക്ക് പോയി. ഇങ്ങക്ക് എന്തെല്ലാം ഐറ്റംസ് ഉള്ളതെന്നൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട്. ചിക്കൻ ഫ്രൈ ഉണ്ട്, ലഗോൺ ചിക്കൻ ബിരിയാണീൻ്റെ കൂടെയുള്ള മസാലയും ചിക്കനും ഉണ്ട്, ബിരിയാണി റൈസ് ഉണ്ട്, ഇപ്പുറത്തെ സൈഡിൽ നമ്മളെ ഫിഷ് മാംഗോ കറി ഉണ്ട്, അതിനോട് ചേർന്നിട്ട് തന്നെ ചിക്കൻ കറി ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിലും കുടുംബത്തിലും എന്നെപ്പോലെ വലിയ വിലയൊന്നും ഇല്ലാത്ത ഒരു വെജിറ്റബിൾ വെജിറ്റബിൾ കുറുമ അങ്ങനെ എന്തോ ഒരു കറിയുണ്ട്. അതിൻ്റെ തൊട്ട് സൈഡിൽ കോയിൻ പൊറോട്ടയുണ്ട്, ഇപ്പുറത്തെ സൈഡിൽ വെള്ളയപ്പമുണ്ട്, അതിനോട് ചേർന്നിട്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ടുള്ള നെയ്പ്പത്തലുണ്ട്. ഇത് അൽസിയാണേ. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊന്ന് വെറുതെ ആ സ്റ്റേജിൻ്റെ സൈഡിലേക്ക് നോക്കിയാലോ, നിക്കാഹ് കഴിഞ്ഞിട്ട് ഒരു ചങ്ങായി എല്ലാവർക്കും ഈത്തപ്പഴം കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാനും പാടൻ ഓടിപ്പോയിട്ട് ഓൻ്റെ അടുത്തുനിന്ന് ഒരു ഈത്തപ്പഴം എടുത്ത് പിന്നെ വേറൊരു ചങ്ങായിൻ്റെ അടുത്തുനിന്ന് ഒരു ഈത്തപ്പഴം എടുത്ത്. എന്നിട്ട് ആ ഈത്തപ്പഴം തിന്നിട്ട് അതിൻ്റെ കുരു തുപ്പുമ്പോഴത്തേക്കും ഫുഡ് കൗണ്ടറിൽ ആൾ കയറി. പിന്നെ കൈയൊന്നും കഴുകാൻ നിന്നിട്ടില്ല. അവിടെ നിന്ന് ഒരു ടിഷ്യൂ കൂട്ടി അതിൻ്റെ അകത്ത് കൈ തോർത്തിട്ട് ഒരു പ്ലേറ്റുമായിട്ട് വേഗം പോയിട്ട് ആ ക്യൂല് നിന്നേ. എന്നിട്ട് കോയിൻ പൊറോട്ട വാങ്ങീനി, വെള്ളയപ്പം വാങ്ങീനി, പിന്നെ നെയ്പ്പത്തലെടുത്തിന്, കുറച്ച് ചിക്കൻ കറി ആ പൊറോട്ടേനെ മേലെ വെച്ചിട്ടുണ്ട്, കുറച്ചും കൂടി ഒഴിച്ചെന്ന് പറഞ്ഞാൽ പിന്നെ ഒഴിച്ച്, പിന്നെ വെള്ളയപ്പത്തിൻ്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് ലേശോ ഫിഷ് മാംഗോ കറി ഒഴിച്ച്, പിന്നെ ഒരു 2-3 കഷ്ണം ചിക്കൻ ഫ്രൈ എടുത്തിട്ട് അധികം തിരക്കില്ലാത്തൊരു ടേബിളിൻ്റെ സൈഡിലുള്ള ചെയറിൽ പോയിട്ട് അവിടെ ഇരുന്നേ. എന്നിട്ട് ഈ ചിക്കൻ ഫ്രൈയിൽ കൈവച്ചിട്ടാണ് ഞാൻ പതുക്കെ പരിപാടിയിലേക്ക് കടന്നത്. തുടക്കം പഴച്ചില്ല. ചിക്കൻ ഫ്രൈ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഒരു ചിക്കൻ 65ൻ്റെ എല്ലാം ഫ്ലേവർ പോലെയാണ് എനിക്ക് തോന്നിയത്.
അതിനുശേഷം ക്രിസ്പി ആയിട്ടുള്ള നെയ്പ്പത്തിലില്ലേ അതും ചിക്കൻ കറിയും കൂടെ കൂട്ടി പിടിച്ച്. നെയ്പ്പത്തിൽ അങ്ങനെ എണ്ണയൊന്നും കുടിച്ചില്ല. നല്ല ക്രിസ്പി ആയിട്ടുള്ള അടിപൊളി നെയ്പ്പത്തിലായിരുന്നു. ചിക്കൻ കറീൻ്റെ കൂടെ കഴിക്കാൻ ടേസ്റ്റിലുണ്ട്. പക്ഷേ അത് ഈ ഫിഷ് മാംഗോ കറീൻ്റെ കൂടെ കഴിച്ച് നോക്കിയേ. ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് അയക്കൂറ ഫിഷ് മാംഗോ കറിയാണെന്നാ. പക്ഷേ അത് ഓലമീനേനു. ഇനി അത് അയക്കൂറയാണെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ ആദ്യമേ തീരുമാനിച്ചുറപ്പിച്ച് കഴിച്ചോണ്ടാണോന്നറിയില്ല. ആ ഫിഷ് മാംഗോ കറി എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല കേട്ടോ. ഇനി ആ ചിക്കൻ കറിയിൽ നല്ലോണം കുതിർന്നിട്ടുള്ള ആ കോയിൻ പൊറോട്ടയില്ലേ അതിൻ്റെ അകത്തു നിന്നൊരു കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് ചെറിയൊരു കഷ്ണം ചിക്കൻ പീസും കൂടെ അതിൻ്റെ ഇടയിൽ വെച്ച് കുറച്ച് ആ ഗ്രേവിയിലൊന്ന് മുക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ മംഗല ഫുഡ് ആസ്വദിച്ച് കഴിക്കുമ്പോൾ ഒരു സംഭവം നടക്കലുണ്ട്. നിങ്ങൾ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഒബ്സേർവ് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളെ മൈൻഡിലുള്ള ആ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അതല്ലോ ഫുഡ് അങ്ങോട്ട് വലിച്ചെടുത്തിട്ട് നമ്മളും ഫുഡ് മാത്രമാവുന്ന ഒരു മൊമെൻ്റ് ഉണ്ട്. അത് വല്ലാത്തൊരു മൊമെൻറ്റാണ്. അതിനെക്കുറിച്ചെല്ലാം പറയാനാണെങ്കിൽ കുറേ പറയാനുണ്ടപ്പാ. തൽക്കാലം നമ്മൾ വിഷയത്തിൽ നിന്ന് വഴിമാറി പോകണ്ട. അപ്പം ഞാൻ ഫസ്റ്റ് റൗണ്ട് ഫുഡ് അടിച്ച് കഴിയുമ്പോഴത്തേക്കും ബ്രൈഡ് എത്തി. ചെറിയ ചില നൃത്ത ചുവടുകളെല്ലാം വെച്ചുകൊണ്ടിരുന്ന റീം പതുക്കെ വധുവിനെ കൈ പിടിച്ച് വേദിയിലോട്ട് കയറ്റി. അതായത് മൂപ്പരെ ജീവിതത്തിലോട്ട് കയറ്റി. ബാക്കി അവരായി അവരെ പാടായി. അപ്പോഴത്തേക്കും താഴേന്ന് പിള്ളന്മാരും പിന്നെ റേസ്ക്കെല്ലാം ഫുൾ ഡാൻസാണ്, ഫുൾ ഓൺ വൈബായി. ഞാൻ പിന്നെ അധിക സമയം ആടുന്ന് ചുറ്റി കളിച്ചില്ല. നെക്സ്റ്റ് റൗണ്ട് പ്ലേറ്റുമായിട്ട്, അതായത് നെക്സ്റ്റ് റൗണ്ടിലേക്ക് അടുത്ത പ്ലേറ്റുമായിട്ട് ഇറങ്ങി. നേരത്തെ നമ്മൾ വെള്ളയപ്പം പൊറോട്ടയും നെയ്പ്പത്തലും ചിക്കൻ ഫ്രൈയും ചിക്കൻ കറിയും പിന്നെ ആ ഫിഷ് കറിയല്ലേ കഴിച്ചേ. ഇപ്രാവശ്യമോ കുറച്ച് ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചേ. എന്നിട്ട് കുറച്ച് ബിരിയാണി വിളമ്പി തരുമോ. ഞാൻ ആ പ്ലേറ്റ് ബിരിയാണി വിളമ്പി തന്ന ഓൻ്റെ നേരെ തന്നെ പിടിച്ചു. നേരെ ഓൻ കുറച്ചും കൂടെ രണ്ടോട്ട് ഇട്ടെന്ന്. പിന്നെ ചിക്കൻ്റെ മസാലയും അതായത് ചിക്കനും മസാലയും അതുപോലെ തന്നെ വാങ്ങി. രണ്ട് കഷ്ണം ചിക്കൻ ഫ്രൈയും വാങ്ങിയിട്ട് പിന്നെയും ഒരു ഒഴിഞ്ഞ കസേര നോക്കി പോയിട്ട് ആടെ ഇരുന്നിട്ട് കഴിക്കാൻ തുടങ്ങിയ. നമ്മുടെ ആ ഒരു സ്ഥിരം രീതിയിൽ ആദ്യം കുറച്ച് ബിരിയാണി റൈസ് മാത്രം എടുത്തിട്ട് കഴിച്ചു നോക്കി. അതിന് ശേഷം ചെറിയൊരു കഷ്ണം ലഗോൺ ചിക്കൻ പീസ് ഇങ്ങോട്ട് എടുത്ത് അത് ആ ബിരിയാണി റൈസിൻ്റെ കൂടെ വെച്ച് ഒന്ന് കുഴച്ചിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഞാൻ മിക്കപ്പോഴും അങ്ങനെയാണ് ബിരിയാണി കഴിക്കാറ്. കാരണം അങ്ങനെ കഴിച്ചാൽ മാത്രമേ ആ ബിരിയാണീൻ്റെ എക്സാക്ട് ടേസ്റ്റും ഫ്ലേവറും കാര്യങ്ങളല്ലോ നമുക്ക് മനസ്സിലാവുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എന്നിട്ട് അവസാനം തൈര് സലാഡും ഈത്തപ്പഴം ബീട്രൂട്ട് അച്ചാറും പിന്നെ ചിക്കൻ പീസും കൂടി ആ ബിരിയാണി റൈസിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ട് അടുക്കളയിൽ നിന്ന് ആദ്യം 3 ചിക്കൻ ഫ്രൈൻ്റെ പീസ് കഴിച്ചത് കൂടാണ്ട് ബുഫേ കൗണ്ടറിന് ആദ്യം 3ഉം പിന്നെ 2ഉമായിട്ട് ആകെ മൊത്തത്തിൽ 8 പീസ് ചിക്കൻ ഫ്രൈ ഞാൻ ഇടുന്ന് കഴിച്ചിന്. ഒരു പ്രത്യേകതരം ടേസ്റ്റ് ആയിരുന്നേ ആ ചിക്കൻ ഫ്രൈക്ക്. മസാലയെല്ലാം ശരിക്കും പിടിച്ചിട്ടുണ്ടേനും പിന്നെ ആ ചിക്കൻ പെർഫെക്റ്റ് ആയിട്ട് ഫ്രൈ ആയിട്ടുണ്ടായിരുന്നു. 3 സ്പെഷ്യൽ ദോശ കിട്ടുന്ന ദോശക്കായിട്ടുള്ളൊരു സ്പെഷ്യൽ കൗണ്ടർ ഉണ്ടായിരുന്നു. അപ്പോൾ ആടുന്ന് ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു പ്ലേറ്റുമായിട്ട് അവിടെ പോയിട്ട് ചെറിയൊരു ഊത്തപ്പം വാങ്ങിച്ച് തേങ്ങാ ചട്നിയും തക്കാളി ചട്നിയും എടുത്തിന്. പിന്നെ ചിക്കൻ കറി എടുത്തിട്ടില്ല, മറ്റേ ഓലമീൻ്റെ കറി എടുത്തത്. ചിക്കൻ അധികം കഴിച്ചിട്ട് ആവശ്യമില്ലാത്തടുത്ത് കുരുവൊന്നും വരണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അത് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മളെ ആറേക്കയിലെ പ്രധാന മാനേജറുണ്ട് അനുരഞ്ജ്. മൂപ്പർ ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടെത്തന്നെ. എന്നിട്ട് ആരാംസെ ആ ദോശയും ഫിഷ് മാംഗോ കറിയും കഴിച്ചതിന് ശേഷം പിന്നെ ഒരു വെള്ളയപ്പം എടുത്ത് കുറച്ച് ചിക്കൻ കറി എടുത്ത് കേട്ടോ. അത് മൊത്തമായിട്ട് നക്കി തുടച്ച് അങ്ങോട്ട് കഴിച്ച് പ്ലേറ്റാടെ വെച്ചിട്ട് കൈയും കഴുകിയിട്ട് ഡെസേർട്ട് കൗണ്ടറിലേക്ക് പോയാൽ കുറേ ഡെസേർട്ട് ഐറ്റംസ് ഒന്നുമില്ല, ഒരു ഐറ്റം മാത്രം ഉണ്ടായിരുന്നത്. അതൊരു വെറൈറ്റി ഐറ്റമാണ്. നമ്മളെ വെല്ലത്തിൻ്റെ അതായത് ശർക്കര ജിലേബിയില്ലേ അതാണ്. ഇത് ഞാൻ 2-3 വട്ടം കഴിച്ചിട്ടുണ്ട് മലപ്പുറം സൈഡിൽ നിന്ന്. കണ്ണൂരിൽ നിന്ന് ആദ്യമായിട്ട് കഴിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അത് കഴിച്ച് കഴിയുമ്പോഴത്തേക്കും പിന്നെ സ്റ്റേജിൻ്റെ അടുത്തുള്ള ഭയങ്കര ആളല്ലായി. ഇവരെ ഫാമിലീൻ്റെ ഫോട്ടോ പിന്നെ കണ്ണൂരിലെ പ്രമുഖരായിട്ടുള്ള കുറേ ആളുകളുടെ ഫോട്ടോ എടുപ്പെല്ലാം ഇങ്ങനെ നടക്കുന്നുണ്ട്. പിന്നെ അവരും ഞാൻ കഴിച്ച പോലെ തന്നെ നല്ലോണം ഫുഡെല്ലാം കഴിച്ച് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി രാത്രിയായിരുന്നു. എന്നിട്ട് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഒരു ലൈം സോഡ കുടിച്ച് പിന്നെ പൂതപ്പാറ പോയിട്ട് നമ്മളെ ജാബിർ ഖാൻ്റെ ഒരു ഷേക്കും കുടിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പോൾ ശരി.